പ്രേക്ഷകർക്ക് KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ആദർശ കരുത്തു തെളിയിച്ച് സമസ്ത ഉലമാ സമ്മേളനത്തിന് സമാപനം. സമസ്ത മാനവികതയുടെ പ്രസ്ഥാനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഫാസിസത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയും അമേരിക്കയും ഒരേ പാതയിൽ. പണ്ഡിതരുടെ പ്രശസ്തി മതപ്രചാരണത്തിനാവശ്യമെന്ന് സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ. സമ്മേളനത്തിലേക്ക് 150 കിലോമീറ്റർ നടന്നെത്തിയ SSF പ്രവർത്തകർ നഗരിയുടെ ആവേശമായി. ഫാസിസ്റ്റ് ഭീഷണി ചെറുക്കണമെന്ന് സമസ്ത സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. മതസൌഹാർദ്ദത്തിൽ കേരളം മാതൃക. ദേശീയ തലത്തിൽ പണ്ഡിത യോഗം വിളിക്കും. വഖഫ് സ്വത്തുക്കൾക്ക് ഏകീകൃത നിയമാവലി അംഗീകരിക്കില്ലെന്ന് സമസ്ത സമ്മേളനം. പള്ളികൾ പൂട്ടിക്കുന്നവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയണമെന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. ബാബരി മസ്ജിദ് തകർത്തതിലെ ഗൂഢാലോചന കേസ്. അദ്വാനി ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയത് പരിശോധിക്കുമെന്ന് സുപ്രീം കോടതി. മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ പിഴ. SBI തീരുമാനത്തിനെതിരെ കേന്ദ്ര സർക്കാർ. മാധവിക്കുട്ടി എന്ന കമലാ സുരയ്യയെ ചേർത്ത് ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചു. മാനനഷ്ടക്കേസുമായി അബ്ദുസ്സമദ് സമദാനി. വിശദമായ വാർത്തകളിലേക്ക്. സമസ്തയുടെ കരുത്തും ശക്തിയും ഒരിക്കൽ കൂടി കേരളം തിരിച്ചറിഞ്ഞു. ഉലമാ സമ്മേളനത്തിന് പരിസമാപ്തിക്കുറിച്ചുള്ള ബഹുജന സമ്മേളനത്തിൽ ജനലക്ഷങ്ങളാണ് പങ്കെടുത്തത്. തൃശൂരിന് വേറിട്ട അനുഭവങ്ങൾ സമ്മാനിച്ചാണ് ഉലമാ സമ്മേളനത്തിന് പരിസമാപ്തിയായത്. സമ്മേളനത്തിന്റെ സംഘാടനവും പ്രവർത്തകരുടെ അച്ചടക്കവും ശ്രദ്ധ പിടിച്ചുപറ്റി. കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഓരോ സെഷനുകളും ക്രമീകരിച്ചിരുന്നത്. പ്രതിനിധികളുടെ വിശ്രമം, പ്രാർത്ഥന, ഭക്ഷണം എന്നിവയ്ക്കെല്ലാം പഴുതടച്ച ക്രമീകരണങ്ങൾ ഒരുക്കി. മതേതര രാജ്യത്ത് മുസ്ലിം ജീവിതം അസാധ്യമാണെന്ന മതനവീകരണ പ്രസ്ഥാനങ്ങളുടെ പ്രചാരണങ്ങൾ വിശ്വാസികൾ തള്ളിക്കളയണമെന്ന് സമസ്ത ഉലമാ സമ്മേളനം അംഗീകരിച്ച പ്രമേയം ആഹ്വാനം ചെയ്തു. പാലായനങ്ങളിലേക്കും തീവ്രവാദത്തിലേക്കും വിദ്വേഷ പ്രഭാഷണങ്ങളിലേക്കും നയിക്കുന്ന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സംഘടനകൾക്കെതിരെ മുസ്ലിങ്ങളും പൊതുസമൂഹവും കരുതിയിരിക്കണം. ഇത്തരക്കാർ നവോത്ഥാനം അവകാശപ്പെടുന്നതിന്റെ വിരോധാഭാസം തിരിച്ചറിയണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ഇസ്ലാം മതത്തിന്റെ മാനവിക സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നതിൽ എന്നും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ പുഴക്കൽപ്പാടത്ത് താജുൽ ഉലമ നഗറിൽ സമസ്ത ഉലമാ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഇസ്ലാമിക സംസ്കാരവും പ്രബുദ്ധതയും പരിരക്ഷിക്കുന്നതിൽ സമസ്ത വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പള്ളി ദർസുകൾ, അറബിക് കോളേജുകൾ, മറ്റ് വിജ്ഞാന കേന്ദ്രങ്ങൾ തുടങ്ങി നമ്മുടെ അതിന്റെ പ്രവർത്തന മേഖലകൾ അതിവിപുലമാണ്. സംസ്ഥാന ജനസംഖ്യയുടെ ഏതാണ്ട് 25.6% വരുന്ന ഇസ്ലാം മതവിശ്വാസികൾ മറ്റ് വിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെന്നും പിണറായി പറഞ്ഞു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. ഇസ്ലാം മതത്തിന്റെ മാനവിക സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നതിൽ എന്നും മുൻപന്തിയിൽ നിന്നിട്ടുള്ള പ്രസ്ഥാനമാണ് നിങ്ങളുടെ പ്രസ്ഥാനം. മാത്രമല്ല, ഇസ്ലാമിക സംസ്കാരവും പ്രബുദ്ധതയും പരിരക്ഷിക്കുന്നതിൽ സമസ്ത വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പള്ളി ദർസുകൾ, അറബിക് കോളേജുകൾ, മറ്റ് വിജ്ഞാന കേന്ദ്രങ്ങൾ തുടങ്ങി സമസ്തയുടെ പ്രവർത്തന മേഖലകൾ അതിവിപുലമായതാണ്. സമസ്ത മുന്നോട്ട് വെക്കുന്ന മുഴുവൻ മനുഷ്യത്വ നിലപാടുകൾക്കും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മതപണ്ഡിതർക്ക് പേരും പ്രശസ്തിയും ആവശ്യമാണെന്നും മതത്തിന്റെ പ്രചാരണത്തിനും വളർച്ചയ്ക്കും അത് അനിവാര്യമാണെന്നും സമസ്ത പ്രസിഡന്റ് റയീസുൽ ഉലമ ഇ സുലൈമാൻ മുസ്ലിയാർ. സമസ്ത ഉലമാ സമ്മേളനത്തിന്റെ സമാപന സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം മതപണ്ഡിതരുടെ പ്രവർത്തനങ്ങളെ കാട്ടിക്കൂട്ടലുകൾ എന്ന് വിമർശിക്കുന്നത് ശരിയല്ലെന്നും ഇ സുലൈമാൻ മുസ്ലിയാർ കൂട്ടിച്ചേർത്തു. ഔലിയാക്കന്മാര് പേര് ഇഷ്ടപ്പെടില്ല, പക്ഷെ ഇൽമിന്റെ ഔലിയാർക്ക് പേര് വേണം, എന്നെങ്കിലല്ലേ ഓരോ വാക്ക് മക്ബൂലാവുള്ളൂ. ഇപ്പൊ മജുവിന്റെ റിവായത്തിൽ കൂല്ലാന്ന് തന്നെ. അപ്പൊ ഉലമാക്കന്മാർക്ക് എന്റെ പേരും വേണം, പേരും പ്രചാരം വേണം. അത് നമ്മൾ പ്രചരിപ്പിക്കണം. എന്നെങ്കില് ഇതിന് മജുവിന്റെ റിവായത്തിൽ കൂല്ലാന്നൊക്കെയുള്ള കിതാബിൽ നിങ്ങളൊക്കെ മൂല്യന്മാരാണല്ലോ നോക്കി. അപ്പൊ പേരുണ്ട്, സൗകര്യമുണ്ട് പറഞ്ഞിട്ട് അത് പിന്നെ ഇഖ്ലാസല്ല, അത് കാട്ടിക്കൂട്ടലാണ് എന്നൊക്കെ പറയരുത്. എതിരാളികളെ വകവരുത്തുമെന്ന തരത്തിലേക്ക് ഉയരുന്ന ഫാസിസ്റ്റ് ഭീഷണി ചെറുക്കണമെന്ന് സമസ്ത ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. മുഖ്യമന്ത്രിയുടെ ജീവൻ പോലും അപകടപ്പെടുത്തുമെന്ന ഭീഷണി പ്രതിഷേധാർഹമാണെന്നും കാന്തപുരം പറഞ്ഞു.
സമസ്ത ഉലമാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന ബഹുജന സമ്മേളനത്തിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. മതത്തിന്റെ പേരിൽ ചിലർ വെറുപ്പും വിദ്വേഷവുമാണ് പ്രചരിപ്പിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് ന്യൂനപക്ഷങ്ങളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. മാനുഷിക പരിഗണനകൾ പോലും വേട്ടക്കാർ അവർക്ക് കൊടുക്കുന്നില്ല. ഈ കൊലവിളി രാഷ്ട്രീയം രാജ്യത്തെ എന്ത് പുരോഗതിയിലേക്കാണ് നയിക്കുക എന്ന് ബന്ധപ്പെട്ടവർ ആലോചിക്കണം. രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കുന്നവർ ആരായാലും സമസ്ത അവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഓർമ്മപ്പെടുത്തി. യോജിപ്പ് വേണം, ഞങ്ങളെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പത്രക്കാർ ചോദിക്കും, പലരും ചോദിക്കും, നിങ്ങൾ യോജിപ്പിന് അനുകൂലമാണോ? ഞങ്ങൾ എന്നും പറയുന്നതാണ് യോജിപ്പ് വേണം. പക്ഷേ ഞങ്ങൾ ആയിരക്കണക്കായ മദ്രസകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നിരവധി പള്ളികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളോ സമസ്ത ഉണ്ടാകുന്നതിന്റെ എത്രയോ മുമ്പുണ്ടായ പള്ളികൾ, ആ പള്ളിക്ക് ഭരണഘടന എഴുതി വച്ച് ഇത് സമസ്തന്റെ പള്ളിയാന്ന് പറയല. സമസ്ത ഉണ്ടാകുന്നതിന് മുമ്പുള്ള പള്ളി എങ്ങനെ സമസ്തന്റെ പള്ളിയാവര്? അങ്ങനെ പറയുകയാ. ഞങ്ങളതല്ല. ഞങ്ങൾ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആയിരക്കണക്കിന് പള്ളികൾ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്, മദ്രസകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് തരാനാണോ നിങ്ങൾ യോജിപ്പ് ലയനം എന്ന് പറഞ്ഞു കിടക്കുന്നത്? ഒരിക്കലും ആ കട്ടില് കണ്ട് പനിക്കണ്ട. മറിച്ച് ഇവിടെ രാജ്യത്ത് സമാധാനം വേണം. ഇവിടെ വേറെ നേരത്തെ പറഞ്ഞ സംസ്ഥാന ജമിയത്തുൽ ഉലമ, അതുപോലെ ദക്ഷിണ ജമിയത്തുൽ ഉലമ, ഇങ്ങനെയൊക്കെ സംഘടനകളുണ്ട്, ചെറുതായാലും വലുതായാലും. ആ സംഘടനകളൊന്നും ഇങ്ങനെ ഈ സംഘടനയെ എതിർത്തുകൊണ്ട് നടക്കില്ലല്ലോ. അവരുടെ പ്രവൃത്തി നടത്തുന്നു, നമ്മളെ പ്രവൃത്തി നടത്തുന്നു. അപ്പോ യോജിക്കാവുന്ന വിഷയത്തിൽ യോജിക്കുക. കേരളത്തിലെ വഖഫ് സ്ഥാപനങ്ങൾക്ക് ഏകീകൃത ഭരണഘടനയും നിയമാവലിയും അടിച്ചേൽപ്പിക്കുന്നത് അപ്രായോഗികവും നിയമവിരുദ്ധവുമായതിനാൽ ഈ നീക്കത്തിൽ നിന്ന് വഖഫ് ബോർഡ് പിന്തിരിയണമെന്ന് സമസ്ത സമ്മേളനം ആവശ്യപ്പെട്ടു. ഇത് മഹല്ലുകളിൽ പ്രശ്നം സൃഷ്ടിക്കാനും വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് പുതിയ കുരുക്കുകൾ രൂപപ്പെടുത്താനും മാത്രമേ സഹായിക്കുകയുള്ളൂ. ഇങ്ങനെയൊരു അധികാരം വഖഫ് നിയമം വഖഫ് ബോർഡിന് നൽകുന്നില്ല. വഖഫ് വിഷയങ്ങളിൽ നേരത്തെ മുതൽ തുടർന്നുവരുന്ന പക്ഷപാത സമീപനം വഖഫ് ബോർഡ് അവസാനിപ്പിക്കാൻ സർക്കാർ ഇടപെടണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ വഖഫ് ബോർഡ് ഒരു ഭരണഘടന എഴുതുകയാണ്, ഞങ്ങൾക്കൊക്കെ അയച്ചു തന്നിരിക്കുന്നു. എല്ലാ വഖഫ് സ്വത്തുക്കൾക്കും എല്ലാ കമ്മിറ്റികൾക്കും ഒരു ഭരണഘടന. ആ ഭരണഘടനയിൽ എന്താണ്? അതിന്റെ ജനറൽ ബോഡി മെമ്പർമാർ എല്ലാ സ്ത്രീകളും പുരുഷന്മാരും, സുന്നിയായാലും മുജാഹിദായാലും ജമാഅത്തായാലും വേറെ എന്ത് സംഘടനയായാലും യാതൊരു വ്യത്യാസവുമില്ലാതെ ഇവിടെ ആണും പെണ്ണും ഒന്നായിട്ട് ജനറൽ ബോഡി മെമ്പർ ആവണം. ഇപ്പൊ അയച്ചു തന്നതാ, വഖഫ് അയച്ചെന്ന ഇവരെ തലയിൽ എന്തുണ്ട്? ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഓർമ്മ വെച്ചോ, ഈ ഭരണഘടന ഇവിടെ നടപ്പിൽ വരുത്താൻ മുസ്ലിം സമുദായം, സുന്നത്ത് ജമാഅത്ത് ഇവിടെ ഉള്ള കാലത്തോളം നിങ്ങൾക്ക് സാധ്യമല്ല. എങ്ങനെയാണ് സുന്നികളുടെ സ്ഥാപനത്തിൽ മുജാഹിദ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്? എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അടുത്ത 3 വർഷത്തേക്കുള്ള മുഷാവറയെ പ്രഖ്യാപിച്ചു. ഇ സുലൈമാൻ മുസ്ലിയാർ പ്രസിഡന്റും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയും KP ഹംസ മുസ്ലിയാർ ചിത്താരി ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു. AK അബ്ദുറഹ്മാൻ മുസ്ലിയാർ, സയ്യിദ് അലി ബാഫഖ് തങ്ങൾ, M ആലിക്കുഞ്ഞു മുസ്ലിയാർ തുടങ്ങിയവർ വൈസ് പ്രസിഡന്റുമാരാണ്. പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാർ, AP മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തുടങ്ങിയവർ സെക്രട്ടറിമാരായും തിരഞ്ഞെടുക്കപ്പെട്ടു. 150ഓളം കിലോമീറ്റർ കാൽനടയായെത്തിയ 7-അംഗ സംഘം സമസ്ത സമ്മേളന നഗരിയെ ആവേശഭരിതമാക്കി. കോഴിക്കോട് ജില്ലയിലെ മടവൂർ CM വലുല്ലാഹിയുടെ മഖബറയിൽ നിന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച പ്രയാണം ആരംഭിച്ച കാൽനട ജാഥയാണ് ഇന്നലെ ഉച്ചയോടെ സമ്മേളന നഗരിയിലെത്തിയത്. SSFന്റെ പതാകയുമേന്തി ശുഭ്രവസ്ത്രങ്ങളിൽ ഉലമാ സമ്മേളനത്തിന്റെ പ്രചാരണ സ്റ്റിക്കറുകളും പതിച്ച് പ്രതിനിധി സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന വേദിക്കരികിലൂടെ എത്തിയ കാൽനട ജാഥയെ തക്ബീർ ധ്വനികളോടെയാണ് പണ്ഡിത സമൂഹം എതിരേറ്റത്. SSF കൊടുവള്ളി ഡിവിഷൻ ജനറൽ സെക്രട്ടറി KP ഹാരിസിന്റെ നേതൃത്വത്തിലുള്ള SSF പ്രവർത്തകരാണ് സംഘത്തിലുണ്ടായിരുന്നത്. മടവൂർ മക്കാമിൽ നിന്ന് വ്യാഴാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു സമ്മേളന നഗരിയെ ലക്ഷ്യമാക്കിയുള്ള കാൽനട ജാഥ പ്രയാണം ആരംഭിച്ചത്. CM സെന്റർ ജനറൽ സെക്രട്ടറി TK അബ്ദുറഹ്മാൻ ബാഖവി ഫ്ളാഗ് ഓഫ് ചെയ്ത ജാഥയിൽ
തുടക്കത്തിൽ 5 അംഗങ്ങളാണുണ്ടായിരുന്നത്. SSF തിരുവമ്പാടി സെക്ടർ പ്രസിഡന്റ് ഹാരിസ് സഖാഫി കരീറ്റിപ്പറമ്പ്, കൊടുവള്ളി ഡിവിഷൻ സെക്രട്ടറി റാഷിദ് നടമൽപോയിൽ, കൂമ്പാറ സെക്ടർ സെക്രട്ടറി ജംഷീർ പുലൂരാമ്പാറ, അൽക്കമർ വിദ്യാർത്ഥി MCC അസ്ലം തുടങ്ങിയവർ. പിന്നീട് ജാഥ പര്യടനത്തിനിടയിൽ കോഴിക്കോട് വെള്ളിപ്പറമ്പിൽ നിന്നും ബാലുശ്ശേരി ഡിവിഷൻ സെക്രട്ടേറിയറ്റ് അംഗം യാസിർ കട്ടിപ്പാറയും കുളപ്പുറത്ത് നിന്ന് നിസാമുദ്ദീൻ തിരൂരും ജാഥയിൽ കണ്ണികളാവുകയായിരുന്നു. ചുട്ടുപൊള്ളുന്ന വെയിലിനെയും ഇടയ്ക്ക് പെയ്ത വേനൽമഴയുമെല്ലാമുള്ള പ്രതികൂല കാലാവസ്ഥകളെ തരണം ചെയ്ത് 3 ദിവസം കൊണ്ടാണ് ഇവർ 150ഓളം കിലോമീറ്റർ കാൽനടയായി എത്തിയത്. യാത്രാമധ്യേയുള്ള നിരവധി മഖാമുകളിൽ സന്ദർശനം നടത്തിയും പാലാഴി, ഹിദായ അടക്കമുള്ള സുന്നി സ്ഥാപനങ്ങൾ സന്ദർശിച്ചും പ്രയാണം തുടർന്ന ജാഥയ്ക്ക് വഴിയിലരികിലുടനീളം ഒട്ടേറെ കേന്ദ്രങ്ങളിലാണ് സ്വീകരണം ലഭിച്ചത്. കാരന്തൂർ മർക്കസിലെത്തിയ സംഘത്തെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ സ്വീകരിക്കുകയും പ്രത്യേക പ്രാർത്ഥന നടത്തുകയും ചെയ്തിരുന്നു. ബാബരി മസ്ജിദ് തകർത്തതിലെ ഗൂഢാലോചന കേസിൽ നിന്നും LK അദ്വാനി ഉൾപ്പെടെയുള്ള പ്രതികളെ ഒഴിവാക്കിയത് സാങ്കേതിക കാരണങ്ങളാലാണെങ്കിൽ അംഗീകരിക്കില്ലെന്ന് സുപ്രീംകോടതി. അദ്വാനി ഉൾപ്പെടെയുള്ള 13 BJP നേതാക്കളെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നടപടി ശരിയാണോ എന്ന കാര്യം പരിശോധിക്കുമെന്നും കോടതി വ്യക്തമാക്കി. കേസിലെ വിചാരണ നടപടികൾ നീളുന്നതിലുള്ള അതൃപ്തിയും സുപ്രീംകോടതി പ്രകടിപ്പിച്ചു. ബാബരി മസ്ജിദ് തകർത്തതിലെ ഗൂഢാലോചന കേസിൽ LK അദ്വാനി, ഉമാഭാരതി, കല്യാൺ സിംഗ് തുടങ്ങിയ 13 BJP നേതാക്കളാണ് പ്രതികളായി ഉണ്ടായിരുന്നത്. ഇവരെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ റായ്ബറേലി വിചാരണ കോടതി വിധി ലക്നൌ ഹൈക്കോടതി ശരിവച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്ത് 2011 CBI സമർപ്പിച്ച അപ്പീലും 2015 സന്നദ്ധ പ്രവർത്തകനായ ഹാജി മെഹബൂബ് അഹമ്മദ് നൽകിയ ഹർജിയും പരിഗണിക്കവെയാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ. മാധവിക്കുട്ടിയെയും തന്നെയും ചേർത്ത് ഇല്ലാക്കഥകൾ ചേർത്ത് പുസ്തകം പുറത്തിറക്കിയ പ്രസാധകർക്കെതിരെ മാനനഷ്ടക്കേസുമായി സമദാനി. മാധവിക്കുട്ടിയെ പ്രണയം നടിച്ച് സമദാനി വഞ്ചിച്ചുവെന്ന ആരോപണത്തിനെതിരെയാണ് സമദാനി തന്നെ കേസ് നൽകിയത്. പ്രണയത്തിന്റെ രാജകുമാരി എന്ന പുസ്തകത്തിലാണ് വിവാദ പരാമർശമുള്ളത്. മാധവിക്കുട്ടി കമലാസുരയായി മാറിയതും ഇസ്ലാം സ്വീകരിച്ചതും തന്റെ ഇടപെടൽ മൂലമല്ല. ഇക്കാര്യം മാധവിക്കുട്ടി തന്നെ പല പത്രമാധ്യമങ്ങൾക്കും നൽകിയ അഭിമുഖങ്ങളിൽ വ്യക്തമാക്കിയതാണ്. എന്നാൽ വസ്തുതകൾക്ക് നിരക്കാത്ത വിധം അശ്ലീലങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ് ഗ്രീൻ ബുക്സ് പുറത്തിറക്കിയ പ്രണയത്തിന്റെ രാജകുമാരി എന്ന പുസ്തകം. കേരളത്തിനകത്തും പുറത്തും ആത്മീയ രംഗത്തും രാഷ്ട്രീയത്തിലും വ്യക്തിശുദ്ധി പാലിക്കുന്ന നേതാവെന്ന നിലയിൽ പുസ്തകത്തിലെ പരാമർശങ്ങൾ തനിക്ക് ഏറെ മാനക്കേടുണ്ടാക്കിയതായും സമദാനി വക്കീൽ നോട്ടീസിൽ പറയുന്നു. ബാങ്ക് പണമിടപാടുകൾക്ക് നിയന്ത്രണവും സർവീസ് ചാർജും ഈടാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് ബാങ്കുകൾ പിന്മാറണമെന്ന് കേന്ദ്ര സർക്കാർ. അക്കൌണ്ടുകളിൽ മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ പിഴ ഈടാക്കുമെന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. അടുത്ത മാസം 1 മുതൽ പിഴ ഈടാക്കുമെന്നാണ് SBI അറിയിച്ചിരിക്കുന്നത്. ഇതോടെ KMAC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. വാർത്തകൾ അയക്കേണ്ട വിലാസം kmacnewstime@gmail.com. കൂടുതൽ വാർത്തകൾക്കായി www.sunnyonlineclass.com സന്ദർശിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.